ഉണ്ടായിരുന്നു. മാർക്കോസ്, സിംഹം, യോഹന്നാന്റെ സുവിശേഷം, പറക്കുന്ന കഴുകൻ. അപ്പൊ ഇതാണ് പറയുന്നത്, ഈ 4 അവയ്ക്ക് ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, മൂന്നാമത്തേത് മനുഷ്യരെ പോലെ മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. ഈ കണ്ണുകൾ ജ്ഞാനത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ രാപ്പകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്ന ജ്ഞാനം ഉള്ള വ്യക്തികൾ എന്താണെന്ന് വെച്ചാല്, ജ്ഞാനമുള്ള ഒരു ദൈവത്തെ സ്തുതിക്കും. പ്രഭാഷണം പാപിക്ക് ദൈവത്തിന്റെ സ്തുതി ഇണങ്ങുന്നില്ല. ജ്ഞാനത്തിന്റെ നേട്ടമുണ്ട്. വിസ്ഫുരണമാണ് സ്തോത്രഗീതം, അല്ലെ? വചനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അവരെന്താണ് പറയുന്നത്? രാപ്പകല ഉദ്ഘോഷിക്കുകയാണ്. ജ്ഞാനം ഉള്ളത് ദൈവത്തെ സ്തുതി. എന്താണ് സ്തുതിക്കുന്നത്? ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പൊ നമുക്ക് ആ സ്വർഗീയ ദർശനം 2000 വർഷം മുമ്പ് കണ്ടു. ഇപ്പൊ നമ്മൾ വേറെ എവിടെയും അല്ല. സ്വർഗം എപ്പോഴും പ്രസന്റ് ആണ്, അല്ലെ? നമുക്ക് ആ സ്വർഗത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അബ്ബാപിതാവിനെ, കർത്താവ് ഈശോ മിശിഹായ പരിശുദ്ധാത്മാവായ ദൈവത്തെ, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടുകൊണ്ട്, ആ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വലതുകരം ഉയർത്തിയിട്ട് ദൈവത്തെ കണ്ടുകൊണ്ട് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരം അധരങ്ങളിൽ